ഹലോ, ഞാനിന്ന് ഈവനിങ്ങിൽ ഇവിടുത്തെ ലേക്ക് ഗാർഡൻസിൽ വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് അടുത്താണ് ഇവിടുത്തെ ജുറോങ് ലേക്ക് ഗാർഡൻ. അപ്പോൾ ഇവിടെ കുറേ ഏരിയയൊക്കെ നല്ല രസമാണ്. നമുക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കാനുള്ള കുറേ ഏരിയകളുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടുത്തെ ഒരു ഗ്രാസ് ലാൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുള്ളതാണ് ഈ ജുറോങ് ലേക്ക് ഗാർഡൻസിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ വീഡിയോ എടുക്കണം, എന്നിട്ട് വോയിസ് ഓവറാണല്ലോ ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നല്ല മടിയാണ്. അത് കാരണം ഈ ലോങ് വീഡിയോസ് അധികം എടുക്കാത്ത. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇതിലേ ഇങ്ങനെ നടക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളോട് സംസാരിച്ചിട്ട് നടക്കാം. ഈ പിറന്നാളെടുത്തപ്പോൾ കുറച്ച് പിറന്നാൾ ചിന്തകൾ എന്നിലേക്ക് വന്നു. അതെന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്ക് മുമ്പായിട്ട് മോൻ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ ഗിഫ്റ്റായിട്ട് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് ആ ചോദ്യം തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായി. ഒന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും ആഗ്രഹിക്കണില്ലല്ലോ, ഒരു ഇന്ന ഗിഫ്റ്റ് വേണം അങ്ങനെയൊന്നും ആഗ്രഹിക്കണില്ല. അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. നീ എനിക്കൊരു പിക്ക് എടുത്ത് തന്നാൽ മതി, യൂട്യൂബിൽ എനിക്കൊരു ഷോർട്സ് ആക്കി ഇടാമെന്നൊക്കെ ഞാൻ പറഞ്ഞേ അവനോട്. അപ്പോൾ അവൻ പറഞ്ഞു അതാണ് അമ്മ പറയുന്നത്, വേറെ എന്തെങ്കിലും പറയുന്നത് നിർബന്ധിച്ചു. അപ്പം ഞാനിങ്ങനെ എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം പറഞ്ഞു. അത്യാവശ്യമൊന്നുമല്ല, എപ്പോഴെങ്കിലും മതി എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഒരു ഐറ്റം പറഞ്ഞു. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു കേട്ടോ. മോനത് ചോദിച്ച ദിവസമാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഇത്ര നാളായി, ഇപ്പോൾ 48 വയസ്സായി, അതായത് 48 വർഷമായി ഭൂമിയിലേക്ക് വന്നിട്ട്. അപ്പോൾ പിന്നോട്ട് ആലോചിക്കുമ്പോൾ അന്ന് തൊട്ടുള്ള എൻ്റെ പിറന്നാളുകളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വന്നു. അപ്പോൾ ശരിക്കും ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലത്ത്, അതായത് ജാമ്പവാൻ്റെ കാലമൊന്നുമല്ല, ഒരു 78-ലാണ് എൻ്റെ ജനനം. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് സംസാരിക്കാം, ഇവിടുത്തെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് കേട്ടോ ഗ്രാസ് ലാൻഡ്. ഇവിടെ ഞാനിപ്പോൾ പോണ സ്ഥലം ബേർഡ് ഹൈഡ് എന്ന് പറയും, അവിടേക്കാണ് പോകുന്നത്. അത് കാണിച്ചു തരാനാണ് നിങ്ങൾക്ക്. ഈ പുല്ലുകളൊക്കെ വെച്ചേക്കണത് ചെറിയ ചെറിയ പക്ഷികൾക്കൊക്കെ വേണ്ടിയിട്ട്, അവരുടെ ഒരു എന്താ പറയുക ഹാബിറ്റാറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവരിത് സംരക്ഷിച്ച് പോരണത്. നമ്മൾ ഈ ചെന്ന് മുട്ടണ സ്ഥലത്തൊരു ഇത് കണ്ടോ, അത് ബേർഡ് ഹൈഡ് എന്ന് പറയും. അത് 3 എണ്ണം ഉണ്ട് ഇതുപോലെ ഇവിടെ. ഇതെന്തിനാണ് വെച്ചേക്കണമെന്നറിയോ, ഈ ബേർഡ്സിനെ അവരെ ശല്യം ചെയ്യാണ്ട് നമുക്ക് വാച്ച് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വാച്ച് ചെയ്യാത്രേ, അതിന് വേണ്ടിയിട്ടതേ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് അവരെ വാച്ച് ചെയ്യാനായിട്ട്. ഈ ഒരു ഏരിയ കണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഞാൻ 78-ലാണ് ഞാൻ ജനിച്ചത്. അപ്പം ഞങ്ങളുടെയൊക്കെ ആ കാലത്ത് ബർത്ത്ഡേ ഒന്നും ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പിറന്നാളാണ് അന്ന് ആഘോഷിക്കുക, നാളുള്ള ദിവസം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പായസം വയ്ക്കും, സദ്യ ഉണ്ടാവും. ചെറുതായിരിക്കുമ്പോൾ കേട്ടോ. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ചോക്ലേറ്റ് തരും. അപ്പോൾ ക്ലാസ്സിലത്തെ എല്ലാവർക്കുള്ള ചോക്ലേറ്റും കൊണ്ട് ക്ലാസ്സിലേക്ക് പോവും. അതൊരു 7ാം ക്ലാസ് വരെയൊക്കെയാണ് അങ്ങനെ. എന്നിട്ട് എല്ലാ ക്ലാസ്സിലത്തെ കുട്ടികൾക്കും കൊടുക്കും, പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കും അങ്ങനെ. പിന്നെ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ബെഞ്ചിലുള്ള കുട്ടികൾക്ക് മാത്രമായി. പിന്നെ അത്രയ്ക്ക് അടുത്ത കുട്ടികൾക്ക്, അതായത് അടുത്ത ഫ്രണ്ട്സിന് മാത്രം, അങ്ങനെയൊക്കെ അതിലൊക്കെ ഒതുങ്ങി. കോളേജിലായപ്പോൾ എൻ്റെ ഓർമ്മയിൽ അത് ബ്ലാങ്കാണ്. അങ്ങനെ ഞാൻ ഓർത്തപ്പോൾ അന്നൊക്കെ ഇതൊന്നും ആഘോഷിക്കാറേ എന്ന് തോന്നുന്നുണ്ട്. ഇനി എൻ്റെ ഓർമ്മകളിൽ ഇല്ലാണ്ടായതാണോ ഇതെന്ന് ഓർത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചുട്ടാ. അപ്പോൾ അവളും പറയാ, അന്ന് നമ്മൾ പറയുണ്ടാവും വേണമെങ്കിൽ ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു, അമ്പലത്തിൽ പോയി, അങ്ങനെ മാത്രമൊക്കെയാണ് ചെയ്തിരുന്നത് അന്നൊക്കെ. എനിക്ക് തോന്നുന്നു FB ഒക്കെ വന്നേ പിന്നെയാണ് ഭയങ്കരമായിട്ട് എല്ലാവരും വിഷ് ചെയ്യാനും അല്ലേ അങ്ങനെയൊക്കെ തുടങ്ങിയത് അപ്പോഴാണ്. എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ മിക്കവർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ വലിയൊരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നേ. അപ്പോൾ നമുക്ക് താഴെ അനിയന്മാർ അനിയത്തിമാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വഴിമാറിക്കൊടുക്കും അങ്ങനെയാണ്. അപ്പോൾ നമുക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ, നമ്മൾ വലുതായി എന്നുള്ളൊരു ചിന്തയാണ്. എന്തായാലും ഇപ്പൊക്കെ എല്ലാവരുടെയും പിറന്നാളൊക്കെ നന്നായി ആഘോഷിക്കുക തന്നെയല്ലേ. പണ്ടൊന്നും ഇതുണ്ടായിരുന്നില്ല. എൻ്റെ ഓർമ്മയിൽ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായത് ആകെ 3 പ്രാവശ്യം കണ്ടോ. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് പാപ്പൻ എന്നെ ബോംബെക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് സർപ്രൈസായിട്ട് പാപ്പന് ഒരു കേക്കൊക്കെ വാങ്ങി. ആ കേക്ക് വരെ എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളറായിരുന്നു. ഇന്ന് ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ കേക്കും കൊണ്ടുവന്നേക്കണ്. ഞാനത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവരിറങ്ങിയപ്പോൾ ഞാനും ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കാമല്ലോ. ഇങ്ങനെ പോവാം നമുക്ക്.
ഇവിടെ ഒരു ട്രീ കാണിച്ചു തരാം കേട്ടോ. ഈ ട്രീയുടെ അടുത്ത് പോയിട്ട് നമുക്ക് കാണാം. ലോൺ ട്രീ എന്നാണ് ഈ മരത്തിൻ്റെ പേരിട്ടേക്കണത്. ഇത് ശരിക്കും എന്തേ ഇതിങ്ങനത്തെ അയേൺ മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്, അതായത് റീസൈക്കിൾഡ് അയേൺ. ഇവിടെ പഴയ പാർക്ക് റിനോവേഷൻ ചെയ്തതാണ് കേട്ടോ. ഈ ഏരിയ ഒക്കെ പണ്ട് ചതുപ്പ് നിലമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ പിന്നീട് അത് റിനോവേഷൻ കഴിഞ്ഞത് 2019 അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ കുറേ അധികം മാറ്റങ്ങൾ ഇവിടെ വന്നത്. ഈ ഒരു ഏരിയ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ചിലപ്പോഴൊക്കെ കാണാം കല്യാണങ്ങളുടെയൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ഇതാ അടുത്ത് പോയി നോക്കാം. ലോൺ ട്രീയുടെ അടുത്തെത്തി നമ്മൾ. നോക്ക്, കണ്ട എന്ത് രസാലേ. അവിടെ ഒരു ബേർഡ് ഹൈഡ് കണ്ടോ, ഇങ്ങനെ 3 ഉണ്ട് ഇവിടെ. ഈ ഒരു ഏരിയയിൽ കൂടുതൽ കാണുന്ന പുല്ല് ചൈനീസ് ഫൗണ്ടെയിൻ ഗ്രാസ്, പിന്നെ വെസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ്, പിന്നെ പർപ്പിൾ ഫൗണ്ടെയിൻ ഗ്രാസ്, അങ്ങനെ കുറച്ച് പുല്ലുകളൊക്കെയാണ്. അതിൽ ചൈനീസ് ഫൗണ്ടെയിൻ ഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോതപ്പുല്ല. അതിനവിടെ നിറച്ച് വെച്ചേക്കുക. അത് ഈ ചെറിയ കിളികളുടെയൊക്കെ ആവാസസ്ഥലം അത്രേ. അതിൽ നിന്ന് അവരത് കൊത്തിപ്പറക്കി തിന്നിട്ട് അതിൽ തന്നെ അങ്ങനെ. ഈ ഒരു ഏരിയയിലേക്ക് രാത്രിയിൽ ആർക്കും പ്രവേശനമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ലൈറ്റ് ഇടില്ല. അത് ഇവിടുത്തെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ജീവികളെ അവർ സംരക്ഷിക്കുന്നത്. അങ്ങനെ ചില ഏരിയയിൽ നമുക്ക് പോകാൻ പാടില്ല രാത്രി, അതായത് അവിടെ ലൈറ്റ് ഉണ്ടാവില്ല. അതിലേക്ക് പോവാണ്ടിരിക്കുക, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ. നമ്മുടെ നാട്ടിൽ പാടത്തൊക്കെ കാണുന്ന പുല്ലത്. എന്നിട്ട് ഞാനതിനെ കൊണ്ടുവന്ന് ഫ്ലവർ വേസിലൊക്കെ വെച്ചിട്ടുണ്ട്. നിറച്ചിങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ മിക്കപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് കിളികളെ ഫോട്ടോ എടുക്കാൻ വരുന്നത് അതേ നിൽക്കുന്നവരുള്ളൂ. പിന്നെ ഈ ഏരിയയിലുണ്ടല്ലോ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കാം. ചിലപ്പോഴൊക്കെ ഞാൻ വന്ന് ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കും. നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ കയറാട്ടോ. അയ്യോ, ഞാൻ ചെരുപ്പഴിക്കട്ടെ. ഇവിടെ നിന്നുള്ള വ്യൂ കാണാം. ദേ അറ്റത്തൊരു കല്യാണത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ്. ഒരു തവണ ഞങ്ങളിവിടെ ഫ്രണ്ട്സൊക്കെ കൂടി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനീ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കയറിയിരുന്നു. നല്ല വ്യൂ അവിടെ ഇരിക്കുമ്പോൾ. ഈ നേരത്ത് പിന്നെ വെയിലൊന്നുമില്ല, കാറ്റില്ല കേട്ടോ ഒന്നും അധികം, എന്നാലും നല്ല രസമാണ്. ഇവിടുത്തെ ഈ ഗ്രാസ് ലാൻഡൊക്കെ ഇഷ്ടമായോ? രസമാണ് ഇവിടെ, അങ്ങനെ നിറയെ പച്ചപ്പൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കാണാനുള്ളത് ഈ ഗ്രാസ് ലാൻഡിൽ ഇതൊക്കെയാണുള്ളത്. ബേർഡ് ഹൈഡ്, പിന്നെ ഈ ട്രീ, പിന്നെ ഈ നിറയെ മറ്റേ പുല്ല്. ഈ പുല്ലുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു പൂവുകളുണ്ടാവും. അതൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് എത്തുമ്പോഴൊക്കെ അത് പറന്നു പോകും. പിന്നെ നിറച്ച് തുമ്പികളുണ്ടാവും അങ്ങനെയൊക്കെ.
കുറച്ച് പിറന്നാൾ ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ ഓർത്ത് വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യണേറ്റ് നല്ലത് ഞങ്ങളുടെ അടുത്തുള്ള ഈ ഒരു ഏരിയ, നല്ല ഭംഗിയുള്ള സ്ഥലം, അതിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളും കാണിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാം. അതാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഈ മൊട്ടക്കുന്ന് കയറി അതിൻ്റെ മുകളിലിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരിക്കാൻ, നല്ല ശാന്തത, നല്ല എന്താ പറയുക, വെയിലൊന്നും ഇല്ലല്ലോ. ഈ ഈവനിങ്ങിൽ വന്നിരിക്കാൻ നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ മിക്കതും രാവിലെ നടക്കാൻ വന്നിട്ട് അങ്ങനെ പോകും, അങ്ങനെ ചെയ്യാറ്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കാണിക്കാം, ഈ ഗ്രാസ് ലാൻഡ്, അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ, ഇഷ്ടമായ ഈ ഗ്രാസ് ലാൻഡ്? ഇനിയും ഈ ജുറോങ് ലേക്ക് ഗാർഡൻസിൽ പല ഏരിയ ഉണ്ട്, അത് ഞാൻ പല ഇതിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതേ ചെറിയൊരു കിളി പറന്നു പോണ്, നല്ല രസമുണ്ട് കേട്ടോ. ഈ നേരത്ത് കിളികൾ കൂടണയണ സമയമാണെന്ന് തോന്നുന്നു. ഞാനും വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് കൂടണയാൻ പോവാണ്. ഫ്രണ്ട്സ്, നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? ഇപ്പോഴൊക്കെ ഉണ്ടാവൂല്ലേ? നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ, സ്റ്റോറി ഒന്ന് സ്റ്റാറ്റസ് ഒന്ന് എന്നെ ടാഗ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്. അത് ഓക്കെ ഓക്കെ. അപ്പോൾ വന്നിട്ടുണ്ട്.